ഹലോ, ഇന്നൊരു ചെറിയ നൈറ്റ് ട്രിപ്പാണ്. നൈറ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ തെലിബന്ത തലാബ് എന്ന് പറയുന്ന ഒരു ചെറിയ തടാകമുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ റായ്പൂരിൻ്റെ പ്രത്യേകത കുറേ തലാബുകൾ, അതായത് തടാകങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. അപ്പം അതിന് ചുറ്റും ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തടാകമാണ് തെലിബന്ത. ഇവർ മറൈൻ ഡ്രൈവ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലും ബോംബെയിലൊക്കെ ഉള്ള മാതിരി ഇവിടെ കടലില്ലാത്തതുകൊണ്ട് ഇതിലെയാണ് ഇവരെ മറൈൻ ഡ്രൈവായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാത്രി ഞങ്ങൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്, അതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ എവിടുന്ന് വേണ്ട ആൾക്കാർ വന്ന് വണ്ടിയെ തട്ടും. ബൈക്കായാലും റിക്ഷ ആയാലും എല്ലാം അങ്ങനെ തന്നെ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഡിം എന്താണെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും ബ്രൈറ്റ് ഇട്ട് തന്നെ വരത്തുള്ളൂ. അപ്പം ഞാൻ ഓടിക്കുന്നത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ബ്രൈറ്റ് ഡിമ്മ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് എതിരെ വരുന്ന വാഹനങ്ങളെല്ലാം ബ്രൈറ്റ് ഇട്ടേ വരത്തുള്ളൂ, അവർ ഡിമ്മ് ഉപയോഗിക്കത്തേ ഇല്ല. അപ്പം ഇത് പോകുന്ന വഴിയാണ്. പിന്നെ റോഡെല്ലാം നല്ലതാണ്, അത് ഒന്നും പറയാനില്ല, നല്ല റോഡ് തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് കാറിൻ്റെ. നമ്മുടെ നാട്ടിൽ പോലെ അത്ര കുണ്ടും കുഴിയെന്നുള്ള റോഡല്ല, നല്ല റോഡ് തന്നെയാണ്. ഇതാണ് തെലിബന്ത തലാബ്. ഈ കാണുന്നതാണ് തടാകം. നല്ല വിസ്തീർണമുണ്ട്, നമുക്കതിന് ചുറ്റും നടക്കാം. ചുറ്റും അവർ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ഇട്ട് പാകിയിട്ടുണ്ട്, അവിടെ കൂടെ നടക്കാം. പിന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നുണ്ട്. ചുറ്റും കടകളും കാര്യങ്ങളും എല്ലാം ലൈറ്റപ്പ് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. മോർ റായ്പൂർ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. മോർ റായ്പൂർ എന്ന് പറഞ്ഞാൽ മേര റായ്പൂർ എന്ന് ആണ് അർത്ഥം. അത് ഛത്തീസ്ഗഡിൽ മോർ എന്ന് വെച്ചാൽ മേര എന്നാണ് അർത്ഥം. ഒരുപാട് കച്ചവടക്കാരും എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഫുൾ കച്ചവടം നടക്കുന്ന സമയമാണ്. ചെറിയൊരു പ്ലേ ഗെയിം സ്റ്റേഷനുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഈവനിങ്, ഇപ്പോൾ വീക്കെൻഡ് ആയാലും വന്നിട്ട് നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് നടക്കാം, കാഴ്ചകൾ കണ്ടിട്ട് നടക്കാം.